Hi all, welcome back to Irland English Academy. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു റെസ്യൂമെ വളരെ ഇംപ്രസീവായി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതെന്തുമാകട്ടെ, നിങ്ങൾക്കൊരു ജോബ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ യു നീഡ് ടു ക്രാക്ക് ദ ഇൻ്റർവ്യൂ, റൈറ്റ്? അപ്പോൾ ഇൻ്റർവ്യൂയിലേക്കുള്ള നിങ്ങളുടെ കോൾ കിട്ടാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു റെസ്യൂമെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യു ഷുഡ് കീപ് സർട്ടൻ തിങ്സ് ഇൻ മൈൻഡ്. കമ്പനി നിങ്ങളുടെ റെസ്യൂമെ കണ്ട് ഇഷ്ടപ്പെട്ട് വേണം നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കാനല്ലേ. അപ്പോൾ ഇംപ്രസീവ് ആയിട്ടുള്ളൊരു റെസ്യൂമെ ആയിരിക്കണം നിങ്ങളുടേത്. സോ അത്തരത്തിലുള്ളൊരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ലെറ്റ്സ് സീ തിങ്സ് ടു റിമെമ്പർ വൈൽ യു ആർ ക്രിയേറ്റിംഗ് എ റെസ്യൂമെ. ഫസ്റ്റ് വൺ ഇസ് ക്ലിയർ ഫോർമാറ്റിംഗ്. അലൈൻമെൻറ്റ് പ്രോപ്പറായിട്ടുള്ള നല്ലൊരു ലേ ഔട്ടുള്ള റെസ്യൂമെയാണ് ഇംപ്രസീവ് റെസ്യൂമെ എന്ന് പറയുന്നത്. വൈറ്റ് സ്പേസസ് എല്ലാം വൃത്തിയായി യൂസ് ചെയ്ത്, ബുള്ളറ്റിൻസ് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ ബുള്ളറ്റിൻസ് യൂസ് ചെയ്ത് കാഴ്ചയിൽ തന്നെ ഒരു ഭംഗി ഫീൽ ചെയ്യണം. ഓക്കെ. സെക്കൻഡ് വൺ ഇസ് ടൈലർ ടു ദ ജോബ്. ഓരോ ജോബിനും ഓരോ റെസ്യൂമെ തന്നെ വേണം. ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്ത് എല്ലാ കമ്പനീസിലേക്കും ഇല്ലെങ്കിൽ എല്ലാ ജോബ് പൊസിഷനിലേക്കും അയക്കുന്ന ഒരു രീതി ഉണ്ട് എങ്കിൽ സ്റ്റോപ്പ് ഇറ്റ്. ബിക്കോസ് നിങ്ങളുടെ റെസ്യൂമെ ഷുഡ് ബി ടൈലർ ടു ദ ജോബ്. അപ്പോൾ ഓരോ ജോബിനും സ്പെഷ്യലായിട്ടുള്ള കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ടാകും. അതറിയാൻ വേണ്ടി നിങ്ങൾക്ക് ആ കമ്പനിയുടെ ഹയറിംഗ് പോസ്റ്റർ നോക്കിയാൽ മതി. അതിൽ കൊടുത്തിട്ടുണ്ടാവും ക്വാളിഫിക്കേഷൻസും സ്കിൽ സെറ്റ്സും എല്ലാം. അപ്പോൾ ഒരു കമ്പനിക്ക് ആവശ്യമായ ക്വാളിഫിക്കേഷൻസും സ്കിൽ സെറ്റ്സും എല്ലാം നിങ്ങളുടെ റെസ്യൂമെയിലും വേണം. സോ പ്ലീസ് മേക്ക് ഷുവർ ഓരോ കമ്പനിക്ക് നിങ്ങൾ റെസ്യൂമെ അയക്കുമ്പോഴും സ്പെഷ്യലായി റെസ്യൂമെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ. ടൈലർ ടു ദ ജോബ്. നെക്സ്റ്റ് വൺ ഇസ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. ഓഫ് കോഴ്സ് റെസ്യൂമേയിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ ആക്യുറേറ്റ് ആയിരിക്കണം. അതിൽ മിസ്റ്റേക്സ് ഒന്നും തന്നെ പാടില്ല. സോ നെക്സ്റ്റ് വൺ ഇസ് ക്വാൻറ്റിഫയബിൾ അച്ചീവ്മെൻറ്റ്സ്. അതായത് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് അത് നിങ്ങളുടെ എക്സ്പീരിയൻസിലാണ് എങ്കിലും അക്കാഡമിക്സിലാണ് എങ്കിലും അതൊന്ന് അളക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി മാറ്റുക. സേ ഫോർ എക്സാമ്പിൾ, I increased the sales by 15% in 3 months. അതായത് ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ 3 മാസം കൊണ്ട് ഞാൻ സെയിൽസ് 15% കൂട്ടി. അത് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങളുടെ കഴിവിനെ വാല്യുവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണല്ലേ. ഇതുപോലെ തന്നെ നിങ്ങളുടെ അക്കാഡമിക്സിലെയും നിങ്ങൾക്ക് ക്വാൻറ്റിഫയബിൾ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് എടുത്ത് കാണിക്കാൻ പറ്റും. മാർക്കിൻ്റെ പെർസെൻറ്റേജ് കൊടുക്കുക. ഇഫ് യു ആർ എ പേഴ്സൺ വിത്ത് റിയലി ഗുഡ് സ്കോർസ്, മെൻഷൻ ദാറ്റ് ഇൻ യുവർ റെസ്യൂമെ. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് ആക്ഷൻ വേർബ്സ്. ഈ ആക്ഷൻ വേർബ്സ് നിങ്ങൾക്ക് സ്കിൽസിലും കൊടുക്കാം. എക്സ്പീരിയൻസിൽ കൊടുക്കുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഒന്നൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ചീവ്ഡ്, ഇല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആൻ ഇവൻറ്റ്, ഇല്ലെങ്കിൽ പ്രസൻറ്റഡ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ സ്കിൽസിന് താഴെയും വൈൽ യു ആർ മെൻഷനിങ് ദ സ്കിൽസ് അവിടെയും നിങ്ങൾക്ക് ഈ ആക്ഷൻ വേർബ്സ് കൊടുക്കാൻ സാധിക്കും. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ സ്കിൽസിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് താഴെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് വേർഡ്സാണ് കൊലാബറേറ്റഡ്, പ്രസൻറ്റഡ്, നെഗോഷിയേറ്റഡ് എന്ന് പറയുന്ന വാക്കുകളെല്ലാം. പ്രോബ്ലം സോൾവിങ് ആണ് എങ്കിൽ അസസ്ഡ്, ഡിറക്റ്റഡ്, ഇതെല്ലാം നിങ്ങൾക്ക് കൊടുക്കാം. സോ ഇത്തരം ആക്ഷൻ വേർബ്സ് കുറച്ചുകൂടി നിങ്ങളുടെ റെസ്യൂമിനെ പവർഫുൾ ആക്കി മാറ്റുന്നു. നെക്സ്റ്റ് വൺ ഇസ് യൂസ് കീവേഡ്സ്. ഹയറിംഗ് പോസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീവേഡ്സ് കിട്ടും. ഓരോ കമ്പനിക്കും ആവശ്യമായ കുറേ സ്കിൽസും ക്വാളിഫിക്കേഷൻസും എല്ലാം. ഇതെല്ലാം നിങ്ങളുടെ റെസ്യൂമിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓരോ ഇൻഡസ്ട്രിക്കും എ സെറ്റ് ഓഫ് കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് ഉപയോഗിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ. നെക്സ്റ്റ് വൺ ഇസ് കീപ്പ് ഇറ്റ് കൺസൈസ്. റെസ്യൂമെ ഒരുപാട് നീണ്ടു പോകേണ്ടതില്ല. പ്ലീസ് മേക്ക് ഷുവർ യുവർ റെസ്യൂമെ ഇസ് എ സിംഗിൾ പേജ് വൺ. മാക്സിമം പോയാൽ ഒരു സെക്കൻഡ് പേജ്, അതായത് ഒരു 2 പേജ് റെസ്യൂമെ. അതിൽ കൂടുതൽ എന്തായാലും വേണ്ട. സോ മാക്സിമം 1 സിംഗിൾ പേജിലാക്കുക. സോ ദാറ്റ് നിങ്ങളെ ഹയർ ചെയ്യുന്ന വ്യക്തിക്ക് ഇറ്റ് ഈസ് മച്ച് ഈസിയർ ടു ഗോ ത്രൂ ദിസ് റെസ്യൂമെ ആൻഡ് ഹയർ യു. ഓക്കെ. സോ ലെറ്റ്സ് സീ വാട്ട് ഇസ് നെക്സ്റ്റ്. Ensure consistency.
റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഒരേ ഫോണ്ടായിരിക്കണം. ഇതിൽ കുറച്ച് ഫോമലായിട്ടുള്ള ഫോൺസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടൈംസ് ന്യൂ റോമൻ, കാലിബ്രി, ഏരിയൽ. ഇത് മൂന്നും ഫോമലായിട്ടുള്ള ഫോണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ അത് തന്നെ ഫോളോ ചെയ്യാം. ആൻഡ് ഹെഡിങ്ങിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട്. വൈൽ യു ആർ ഗിവിങ് ഹെഡിങ്സ് ആൻഡ് ഓൾ, യു ക്യാൻ ഫോളോ ദ സൈസ് 14 to 16. ആൻഡ് ടെക്സ്റ്റിന്, ബോഡി ടെക്സ്റ്റിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒരു 11 to 12 എന്ന് പറയുന്ന പോയിൻ്റാണ്. ആൻഡ് ഇതിൽ ഇറ്റാലിക്സ് ഒന്നും ആക്കേണ്ട. ഡോണ്ട് മേക്ക് എനി സച്ച് ചേഞ്ചസ്. ഒരേ പാറ്റേൺ തന്നെ കൺസിസ്റ്റൻ്റായി തന്നെ പോവുക. നെക്സ്റ്റ് വൺ ഇസ് പ്രൂഫ് റീഡ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നന്നായി ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യാം. മിസ്റ്റേക്സ്, വെദർ ഇറ്റ് ഇസ് ഗ്രമാറ്റിക് മിസ്റ്റേക്സ് ഓർ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, ഇതൊന്നും ഒരിക്കലും ഒരു റെസ്യൂമെയിൽ വെൽക്കംഡ് അല്ല. അപ്പോൾ വൃത്തിയായി ഒന്ന് വായിക്കുക, മിസ്റ്റേക്സ് ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് വൺ ഇസ് അപ്ഡേറ്റ് റെഗുലർലി. നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു 6 months കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂമെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾ ചിലപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ, പാർട്ട് ടൈമായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂമെയിലേക്ക് അതൊന്ന് ആഡ് ചെയ്ത് പോവുക. സോ പ്ലീസ് മേക്ക് ഷുവർ യു അപ്ഡേറ്റ് ദ റെസ്യൂമെ റെഗുലർലി. ഫയൽ നെയിം ആൻഡ് ഫോർമാറ്റ്. PDF ഫോർമാറ്റിൽ വേണം നിങ്ങൾ റെസ്യൂമെ സേവ് ചെയ്യാൻ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നിങ്ങളുടെ റെസ്യൂമയുടെ ഫയൽ നെയിം എപ്പോഴും നിങ്ങളുടെ ഫുൾ നെയിം തന്നെ ആയിരിക്കണം. സോ പ്ലീസ് കീപ് ഓൾ ദീസ് തിങ്സ് ഇൻ മൈൻഡ്. ആൻഡ് നമുക്കിനി റെസ്യൂമെ മേക്കിങ്ങിലേക്ക് പോകാം. ഓക്കെ, ATS ഒപ്റ്റിമൈസ്ഡ് റെസ്യൂമെ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? ATS ഒപ്റ്റിമൈസ്ഡ് റെസ്യൂമെയിൽ ഫോട്ടോഗ്രാഫ്സ് ഒന്നും വേണ്ട, ജസ്റ്റ് ഡീറ്റെയിൽസ് മാത്രം മതി. പക്ഷേ ഇപ്പോഴും ചില ഇൻഡസ്ട്രീസ് ഫോട്ടോസ് പ്രിഫർ ചെയ്യുന്നുണ്ട്. സോ ഞാൻ അതുകൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന റെസ്യൂമെയിൽ ഫോട്ടോ ഉള്ള റെസ്യൂമെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഫോട്ടോ നിങ്ങൾ പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇൻ ഫോർമൽ അറ്റയർ ആൻഡ് ഗ്രൂമിങ്. ഫോർമൽ അറ്റയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? ഫോർമലായിട്ടുള്ള നിങ്ങളുടെ ഡ്രസ്സിങ്. ഇറ്റ് ക്യാൻ ബി എ ഫോർമൽ ഷർട്ട്, എ പാൻറ്, സാധിക്കുമെങ്കിൽ എ ബ്ലേസേഴ്സ് ആൻഡ് എ ടൈ കൂടി ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അപ്പോൾ ഡ്രസ്സിങ് ഓരോ ഇൻഡസ്ട്രിക്കും അനുയോജ്യമായ രീതിയിൽ ഫോർമൽ ആയിട്ടുള്ളൊരു ഡ്രസ്സിങ് ആണെന്ന് ഉറപ്പുവരുത്തുക. സെക്കൻഡ് വൺ ഈസ് ഓഫ് കോഴ്സ് യുവർ ഗ്രൂമിങ്. കംപ്ലീറ്റ് അപ്പിയറൻസ്, ഫേസ്, ഹെയർ സ്റ്റൈൽ, ഇതെല്ലാം ഫോർമലായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം യൂസ് ചെയ്യാൻ. അതും ആ ഫോട്ടോയുടെ സോഫ്റ്റ് കോപ്പി തന്നെ ഉപയോഗിക്കുക. ഒരിക്കലും നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് ആ റൂം ലൈറ്റിൽ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് റെസ്യൂമെ ക്രിയേഷൻ യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് കോപ്പി ഓഫ് എ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇൻ ഫോർമൽ അറ്റയർ ആൻഡ് ഗ്രൂമിങ്, അത് നിങ്ങൾക്ക് ആവശ്യമാണ് ഈ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ. ഈ റെസ്യൂമയുടെ ലേ ഔട്ട് ഒന്ന് നോക്കിക്കേ. 2 സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഫുൾ നെയിം എന്ന് പറഞ്ഞ് വലിയൊരു സൈസിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക. റൈറ്റ് സൈഡ് ഓഫ് ദ റെസ്യൂമെ നിങ്ങളുടെ ഫുൾ നെയിം, ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, ഇനീഷ്യൽസ് ഉണ്ടെങ്കിൽ അതെല്ലാം, ഒഫീഷ്യലി എന്താണോ നിങ്ങളുടെ പേര് അത് വേണം റൈറ്റ് സൈഡിൽ കൊടുക്കാൻ. ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കൊടുക്കുന്നത്. ഓക്കെ, ആ ഫോട്ടോയുടെ താഴെ കൊടുക്കേണ്ടത് നിങ്ങളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എന്ന് ഹെഡിങ് കൊടുക്കുക. അതിന് താഴെ ഗിവ് യുവർ മെയിൽ ID. മെയിൽ ID എപ്പോഴും ശ്രദ്ധിക്കണം, ഒഫീഷ്യലായിട്ടുള്ള ഒരു മെയിൽ ID തന്നെ ആയിരിക്കും, വളരെ ഫോമലായിരിക്കണം. നിങ്ങളുടെ പേര് വെച്ചിട്ടുള്ളൊരു മെയിൽ ID. ഒരിക്കലും മെയിൽ IDയിൽ നിങ്ങളുടെ പെറ്റിൻ്റെ പേരോ ഇല്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർ ഹീറോസിൻ്റെ പേരോ ഒന്നും വരരുത്. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് ഓഫ് കോഴ്സ് യുവർ മൊബൈൽ നമ്പർ. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ആവശ്യമായ നിങ്ങളുടെ മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് ഇസ് യുവർ അഡ്രസ്സ്. കംപ്ലീറ്റ് അഡ്രസ്സ് തന്നെ, പോസ്റ്റ് ഓഫീസ് ഉൾപ്പെടെ കംപ്ലീറ്റ് അഡ്രസ്സ് തന്നെ കൊടുക്കുക. ഓക്കെ, ഇത്രയും വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ യു ക്യാൻ സീ പേരിന് താഴെ വരുന്നത് കരിയർ ഒബ്ജക്റ്റീവാണ്. ഈ കരിയർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഹോൾ റെസ്യൂമയുടെ ഒരു സമ്മറിയാണ്. നല്ല ഭംഗിയുള്ളൊരു കരിയർ ഒബ്ജക്റ്റീവാണ് എങ്കിൽ ആ കരിയർ ഒബ്ജക്റ്റീവ് വായിക്കുന്ന HR മാനേജർക്ക് നിങ്ങളെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. എ കംപ്ലീറ്റ് ഐഡിയ അബൌട്ട് യുവർ ക്വാളിഫിക്കേഷൻ, യുവർ എക്സ്പീരിയൻസ് ആൻഡ് യുവർ സ്കിൽ സെറ്റ്സ്.
കരിയർ ഒബ്ജക്റ്റീവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, 1 or 2 സെൻറ്റൻസ് മതി, മാക്സിമം 2 സെൻറ്റൻസിൽ നിർത്തുക. ആൻഡ് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്യുക. ATS ഒപ്റ്റിമൈസ്ഡ് റെസ്യൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം കീവേഡ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ റെസ്യൂമെ സോർട്ട് ചെയ്ത് സെലക്റ്റഡ് ആകത്തുള്ളൂ. സോ പ്ലീസ് മേക്ക് ഷുവർ യു ആഡ് ഇനഫ് കീവേഡ്സ് ഇൻ യുവർ റെസ്യൂമെ. നിങ്ങളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസിന് താഴെ വരേണ്ടത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലല്ല റൈറ്റ് സൈഡിൽ വേണം നിങ്ങളുടെ എക്സ്പീരിയൻസ് ആഡ് ചെയ്യാൻ. പക്ഷേ ഒരു ഫ്രഷർ ആണെങ്കിൽ മേ ബി പാർട്ട് ടൈം എക്സ്പീരിയൻസോ ഇല്ലെങ്കിൽ ഒരു 1 year എക്സ്പീരിയൻസോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡസ്ട്രി അല്ലാത്ത മറ്റൊരു ഇൻഡസ്ട്രിയിൽ കുറച്ച് മന്ത്സ് ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ എക്സ്പീരിയൻസ് കൊടുക്കാം. എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡ്യൂറേഷൻ, അതായത് എത്ര നാൾ നിങ്ങളെ കമ്പനിയിൽ വർക്ക് ചെയ്തു, യുവർ ഡെസിഗ്നേഷൻ, ഏത് ജോബ് പൊസിഷനിലാണ് നിങ്ങൾ വർക്ക് ചെയ്തത്, നെയിം ഓഫ് ദ കമ്പനി, കമ്പനിയുടെ പേര്, ഈ 3 ഡീറ്റെയിൽസും കൊടുക്കണം എക്സ്പീരിയൻസ് മെൻഷൻ ചെയ്യുമ്പോൾ. അതിന് തൊട്ട് താഴെ സോഫ്റ്റ് സ്കിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ജോബിന് ആവശ്യമായ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, നിങ്ങളുടെ തന്നെ സ്ട്രെങ്ത്തുകളുണ്ട്, അത് വേണം ഇവിടെ മെൻഷൻ ചെയ്യാൻ. യു ക്യാൻ ഗിവ് 4 to 5 സോഫ്റ്റ് സ്കിൽസ് ഉണ്ടാവും. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ലീഡർഷിപ്പ് കേപ്പബിലിറ്റി, ടീം വർക്ക് സ്കിൽ, പ്രോബ്ലം സോൾവിങ് സ്കിൽ. അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങൾ സ്വയം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് സോഫ്റ്റ് സ്കിൽസ് ഇവിടെ മെൻഷൻ ചെയ്യാം. സോഫ്റ്റ് സ്കിൽസ് കൊടുക്കുമ്പോഴും എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ ഒരു കമ്പനിയുടെ പ്രയോറിറ്റിക്ക് തന്നെയാണ്. അവർ ഹയറിംഗ് പോസ്റ്ററിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസിയാണ്. ഇപ്പോൾ എല്ലാ ജോബിനും കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ചോദിക്കുന്നുണ്ട് അല്ലേ? കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കിൽസ് എന്നും പറയാം. സോ ഇവിടെ കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ കോഴ്സസ് ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന സോഫ്റ്റ്വെയർസ് ഇതെല്ലാം ഇവിടെ മെൻഷൻ ചെയ്യാം. അതും ക്വാണ്ടിഫയബിൾ ആണ്, എത്രത്തോളം നിങ്ങൾക്ക് അറിയാൻ എന്നുകൂടി അതിൽ മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. തൊട്ട് താഴെ ലാംഗ്വേജസ് നോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ടു ഗിവ് യു ആൻ ഐഡിയ. ആക്ച്വലി നിങ്ങളൊരു മലയാളിയാണ് എങ്കിൽ ലാംഗ്വേജസ് നോണിൽ മലയാളം കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ നേറ്റീവ് എന്ന് കൊടുക്കാം. ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചെടുത്തതാണ് അല്ലേ? സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ജോബിന് ആവശ്യത്തിനെല്ലാം വേണ്ടി ഇൻ്റർനാഷണൽ ലാംഗ്വേജ് പഠിച്ചെടുത്തു. യു ക്യാൻ ഗിവ് ഇറ്റ് ആസ് പ്രൊഫിഷ്യൻറ്റ്. ഹിന്ദി കോൺവെർസേഷണൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. തമിഴ് ബേസിക് എന്നും. ചിലരുണ്ടാകും തമിഴ് സംസാരിക്കാനറിയാം പക്ഷേ എഴുതാനോ വായിക്കാനോ അറിയില്ലാത്തവരുണ്ട്. അങ്ങനെയാണ് എങ്കിൽ തമിഴ് എന്ന് എഴുതി ബ്രാക്കറ്റിൽ കൊടുക്കേണ്ടത് സ്പീക്ക് ഓൺലി എന്നാണ്. ഹിന്ദിയും സെയിം വേ. ദർ ആർ പീപ്പിൾ ഹു ക്യാൻ റൈറ്റ് ആൻഡ് റീഡ് ബട്ട് ദേ ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക്. അതൊന്ന് സ്പെസിഫൈ ചെയ്യുക, ബ്രാക്കറ്റിൽ റൈറ്റ് ആൻഡ് റീഡ് ഓൺലി എന്നാക്കുക. സോ ലാംഗ്വേജ് ചുമ്മാ ഭാഷ മാത്രം എഴുതി വയ്ക്കാതെ ബ്രാക്കറ്റിൽ എത്രത്തോളം നിങ്ങളതിൽ എഫിഷ്യൻ്റാണ് എന്നുകൂടി മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾക്ക് റൈറ്റ് സൈഡിലേക്ക് പോവാം. റൈറ്റ് സൈഡിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ഓർഡറിൽ വേണം യു ആർ സപ്പോസ് ടു ഗിവ് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അതായത് ഏറ്റവും ലാസ്റ്റ് ചെയ്തത് എന്താണോ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ അതാണ് ആദ്യം വരേണ്ടത്. ഇനി അത് കൊടുക്കേണ്ട ഫോമാറ്റ് ഇതാണ്. നെയിം ഓഫ് ദ കോഴ്സ്, നിങ്ങൾ ചെയ്തിരിക്കുന്ന കോഴ്സ്. അതിപ്പോൾ ഒരു PG ആണെങ്കിൽ MBA ആണ് എങ്കിൽ MBA എന്ന് തന്നെ മെൻഷൻ ചെയ്യാം. പെർസെൻറ്റേജ്, നിങ്ങൾ അക്വയർ ചെയ്ത മാർക്കിൻ്റെ പെർസെൻറ്റേജ് ആണത്, ക്വാണ്ടിഫയബിൾ ആക്കുന്നതാണ്. അതിന് താഴെ നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്, നെയിം ഓഫ് ദ കോളേജ്, നെയിം ഓഫ് ദ യൂണിവേഴ്സിറ്റി, ഇതെല്ലാം മെൻഷൻ ചെയ്യാം. ഇയർ കൊടുത്തിരിക്കുന്നത് പാസ് ഔട്ടായ ഇയർ ആണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമാറ്റിലാണ് താഴെ എല്ലാം വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഡിഗ്രി ഏതായിരുന്നു നിങ്ങളുടെ സബ്ജക്റ്റ്. ഇപ്പോൾ BA ആണ് എങ്കിൽ BA ഇംഗ്ലീഷ് എന്ന് പറയാം. അതിന് താഴെ ഏത് കോളേജിലാണോ പഠിച്ചത് യു ക്യാൻ ഗിവ് ദ ഇയർ ഓൾസോ. പെർസെൻറ്റേജും കൊടുക്കാം കേട്ടോ. സെയിം വേ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ +2 ആണ്. നെയിം ഓഫ് ദ സ്കൂൾ യു ക്യാൻ ഗിവ് ദ ഇയർ. ഹിയർ ഹൈ സ്കൂൾ ഓൾസോ സെയിം വേ. അതായത് 10th സ്റ്റാൻഡേർഡ് മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും
നിങ്ങളുടെ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തുള്ള ഡീറ്റെയിൽസാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. So after that, you can give personal details to your left side. Personal detailsൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, നാഷണാലിറ്റി, എല്ലാവരും ഇന്ത്യൻസ് ആണ് എന്ന വിശ്വാസത്തിൽ ഞാൻ ഇന്ത്യൻ എന്ന് എഴുതിയിട്ടുണ്ട്, നാഷണാലിറ്റി കൊടുക്കുക, ജെൻഡർ കൊടുക്കുക. ചില പർട്ടിക്കുലർ ജോബ്സിന് മെയിൽ വേണമെന്ന് പറയാറുണ്ട്. അങ്ങനെ പ്രയോറിറ്റി കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ ജെൻഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കമ്പനി ഇപ്പോൾ ഫീമെയിലിന് വേണം എന്ന് പറഞ്ഞാൽ ആ ഫീമെയിൽ എന്ന് പറയുന്ന ഒരു വേർഡ് പോലും ഒരു കീവേഡായി മാറും. സോ അതുകൊണ്ടാണ് ഇവിടെ ജെൻഡർ കൊടുത്തിരിക്കുന്നത്. റിലീജിയനോ കാസ്റ്റോ ഒന്നും പേഴ്സണൽ ഡീറ്റെയിൽസിൽ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്നും ഒരു ജോബിന് പ്രയോറിറ്റിയായി വരാറില്ല. പാസ്പോർട്ട് ഡീറ്റെയിൽസ്. പാസ്പോർട്ട് ഒരു ID പ്രൂഫ് കൂടിയാണ്. മോസ്റ്റ് ഓഫ് ദ കമ്പനീസ്, എസ്പെഷ്യലി എബ്രോഡെല്ലാം ബ്രാഞ്ചസ് ഉള്ള കമ്പനീസ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട്. So you can give passport number as well as expiry date. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ട. ഇനി എക്സ്ട്രാ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമ്പനീസ് ചോദിക്കുമ്പോൾ യു ക്യാൻ പ്രൊവൈഡ് ഇറ്റ്. ഓക്കെ, ഇനി റൈറ്റ് സൈഡിലേക്ക് വരൂ. അതർ സർട്ടിഫിക്കേഷൻസ്. നമ്മളിതുവരെ മെൻഷൻ ചെയ്തത് മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ കോഴ്സസ് ആയിരുന്നു അല്ലേ? PG, ഡിഗ്രി, +2, 10th സ്റ്റാൻഡേർഡ്. ഇനി ഇതിന് പുറമെ നിങ്ങൾ അഡീഷണൽ ആയി എന്തെങ്കിലും കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ദിസ് ഷുഡ് ബി ദ ഹെഡിങ്. അതിൻ്റെ താഴെ എന്തിലാണ് നിങ്ങൾക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ളതെന്ന് മെൻഷൻ ചെയ്യാം. ഇൻഡസ്ട്രിയൽ വിസിറ്റ്. നിങ്ങളുടെ ഡിഗ്രിയുടെ ഭാഗമായി ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന എക്സ്ട്രാ കോഴ്സസിൻ്റെ ഭാഗമായി ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് പോയിട്ടുണ്ടാകും. എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയൽ വിസിറ്റ് വളരെ ഉപകാരപ്പെടും. ബിക്കോസ് യു ക്യാൻ നോ മോർ അബൌട്ട് ദ ഇൻഡസ്ട്രി. അവിടുത്തെ ആ ഒരു എൻവയോൺമെൻറ്റ് കണ്ടറിയാനും എല്ലാം സഹായിക്കുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റാണ്. സോ ഇൻഡസ്ട്രിയൽ വിസിറ്റ് കൊടുക്കുക. നെക്സ്റ്റ് വൺ ഇസ് അച്ചീവ്മെൻറ്റ്സ്. നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ഡേയ്സിലോ കോളേജ് ഡേയ്സിലോ ഇല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തെടുത്തോ എല്ലാം അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകും അല്ലേ? സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നേരത്തെ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ യു വേർ ദ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത്. അത് നിങ്ങൾക്കിവിടെ മെൻഷൻ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് ഡേയ്സിൽ ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഫുട്ബോൾ പ്രൈസ് നിങ്ങൾ നേടിയിട്ടുണ്ട് എങ്കിൽ യു ക്യാൻ മെൻഷൻ ദാറ്റ്. സോ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ അഗെയിൻ നിങ്ങളുടെ ക്വാളിറ്റീസ് എടുത്തു പറയുന്നൊരു സെഷനാണ്. ഇതെല്ലാം നിങ്ങൾ റെസ്യൂമേയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പ്ലീസ് മേക്ക് ഷുവർ യു മേക്ക് the hiring manager ask questions which you are really well versed in. നിങ്ങൾക്ക് നന്നായി ആൻസർ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായി കോൺഫിഡൻറ്റോടുകൂടി ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ HR മാനേജറെ കൊണ്ട് ചോദിക്കുന്നൊരു രീതി കൂടിയാണ് while you are mentioning all these things in the resume. And here comes the projects and internship. ഡിഗ്രിയുടെ ഭാഗമായും PGയുടെ കൂടെയും എല്ലാം നിങ്ങൾ ചിലപ്പോൾ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ കോഴ്സിന് ശേഷം ഇൻറ്റേൺഷിപ്സിന് പോയിട്ടുണ്ടാകും. അതെല്ലാം മെൻഷൻ ചെയ്യുക. സോ ഹി മൈറ്റ് ബി ആസ്കിങ് യു സർട്ടൻ തിങ്സ് അബൌട്ട് ഇറ്റ്. യു ഷുഡ് ബി ഏബിൾ ടു ആൻസർ. ഇതെല്ലാം മെൻഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. പണ്ട് പോയതാണ് പ്രോജക്ട്സിന് ഇല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്സിന് എങ്കിൽ അതൊന്ന് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. സോ ദീസ് ആർ ദ തിങ്സ് വിച്ച് ഷുഡ് ബി ദെയർ ഇൻ യുവർ റെസ്യൂമെ. ഒരു പേജിൽ തന്നെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു കാൻഡിഡേറ്റ് ആണ് എങ്കിൽ മേ ബി സെക്കൻഡ് പേജിലേക്ക് പോയേക്കാം. അപ്പോഴും ആ സെക്കൻഡ് പേജിൽ തന്നെ നിർത്തുക. ബുള്ളറ്റിൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് യുവർ റെസ്യൂമെ ഷോർട്ട് ഓർ കൺസൈസ്. ഇനി ഈ ഡീറ്റെയിൽസ് എല്ലാം ഭംഗിയുള്ളൊരു ലേ ഔട്ടിൽ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് ആപ്പുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ക്യാൻവ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ലെറ്റ്സ് സീ ദാറ്റ്. വളരെ എളുപ്പത്തിൽ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്പാണ് ക്യാൻവ. നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ചോ ലാപ്ടോപ്പിലോ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആപ്പ് കൂടിയാണ്. ഇത് ഫ്രീ ആയിട്ടുള്ളൊരു ആപ്പ് കൂടിയാണ്. ലെറ്റ്സ് സീ എങ്ങനെയാണ് ക്യാൻവ ഉപയോഗിച്ച് ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ലേ ഔട്ടിൽ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാമെന്ന്. ക്യാൻവ ഓപ്പൺ ആകുമ്പോൾ കാണുന്നൊരു പേജാണ് ദിസ് വൺ ഇസ്. ഇതിൽ റെസ്യൂമെ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ you will go to the resume layouts. Pre-prepared ആയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് ക്യാൻവയിൽ സ്റ്റോർഡ് ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം.
ലുക്ക് ഹിയർ. ഇതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരു ഗോൾഡൻ ക്രൗൺ PRO എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളൊരു ടെംപ്ലേറ്റ് ഉണ്ടാകും. അത് സെലക്ട് ചെയ്താൽ യു വിൽ ഹാവ് ടു പേ. സോ ഫ്രീ ആയി ചെയ്യാൻ സാധിക്കും. ഈ ഗോൾഡൻ ക്രൗൺ ഇല്ലാതെ ഇതുപോലെയുള്ള ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ് ഓൾസോ. സോ ഞാനിതിൽ ഐ എം സെലക്ടിങ് ദിസ് വൺ. മോസ്റ്റ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെസ്യൂമേഴ്സ് പോവുക ഒരു പ്രൊഫഷണൽ ജോബ്സിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ. ഇനി ക്രിയേറ്റീവ് ഫീൽഡാണ് എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കളേർഡ് ആയിട്ടുള്ള റെസ്യൂം എല്ലാം സെലക്ട് ചെയ്യാം. ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ദാറ്റ്. ഓക്കെ. സോ ഓവർ ഹിയർ നിങ്ങളിതിൽ കാണുന്നുണ്ടാകും ലെഫ്റ്റ് സൈഡിൽ യു ആർ ഹാവിങ് എ ഫോട്ടോഗ്രാഫ്. ഈ ഫോട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം. പകരം നിങ്ങളുടെ ഫോട്ടോ ഇവിടെ സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് വെരി ഈസി. ഒരു കാര്യം ഓർക്കുക, സോഫ്റ്റ് കോപ്പി തന്നെ യൂസ് ചെയ്യണം ഫോർ ദ പെർഫെക്ഷൻ. ഇതിന് ശേഷം യു ക്യാൻ മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓൾസോ. നിങ്ങൾക്ക് ആ സൈസിലും അലൈൻമെൻറ്റിലെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. യു ക്യാൻ കസ്റ്റമൈസ് യുവർ റെസ്യൂമേ. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ചേഞ്ച് ദ നെയിം ഓൾസോ. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് റിച്ചർഡ് എന്നാണ്. ആ പേര് മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ പേര് തന്നെ കൊടുക്കാവുന്നതേ ഉള്ളൂ. So now you have given your name over here. നിങ്ങളുടെ റെസ്യൂമേ ആയത്. ഇതുപോലെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്റ്റഡ് ആയി. ഇതിലേക്ക് ആവശ്യമായ ഡേറ്റ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഡീറ്റെയിൽസും ലൈക്ക് ലുക്ക് അറ്റ് ദിസ് ബുള്ളറ്റിൻസ് എല്ലാം കൊടുത്ത് നല്ല വൃത്തിയുള്ളൊരു ലേ ഔട്ടിലാണിത് കൊടുത്തിരിക്കുന്നത്. സോ യു ക്യാൻ യൂസ് ഓൾ ദീസ്. ഓരോന്നും നിങ്ങൾ പ്രത്യേകം ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ലേ ഔട്ട് ഇവിടെ അവൈലബിൾ ആണ്. യു ക്യാൻ മേക്ക് ചേഞ്ചസ്. ഇതെല്ലാം നിങ്ങൾ ചേഞ്ചസ് വരുത്തി കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ഡേറ്റാസ് വേണം ഈ ടെംപ്ലേറ്റിലേക്ക് ആഡ് ചെയ്യാൻ. സോ എല്ലാ ഡീറ്റെയിൽസും ആഡപ്പ് ചെയ്ത് ഈ റെസ്യൂമേ നിങ്ങളുടേതായി കസ്റ്റമൈസ് ചെയ്തതിന് ശേഷം നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാം. സോ ഫോർ ദാറ്റ് ടോപ്പ് റൈറ്റ് സൈഡിൽ ഷെയർ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. യു ക്യാൻ ക്ലിക്ക് ഓൺ ഇറ്റ്. നൗ യു ക്യാൻ സീ സേവ് ആസ്. അതിൽ ക്ലിക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞുവല്ലേ ഫയൽ എപ്പോഴും PDF ഫോമാറ്റിൽ വേണം ഡൗൺലോഡ് ചെയ്യാനെന്ന്. സോ PDF ഫോമാറ്റിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ആർ സപ്പോസ് ടു സേവ് യുവർ ഫയൽ ഇൻ യുവർ ഓൺ നെയിം. സ്വന്തം പേരിൽ തന്നെ ഫയൽ സേവ് ചെയ്യാം. So it is downloaded. So while you are preparing your resume next time, follow all these things and create an impressive resume. ഭംഗിയുള്ളൊരു റെസ്യൂമേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറ്റ് ഈസ് വെരി ഈസി ടു ഗെറ്റ് ആൻ ഇൻ്റർവ്യൂ കോൾ. ഇനി ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട്. ബെസ്റ്റ് വിഷസ് വിത്ത് യുവർ റെസ്യൂമേ മേക്കിംഗ്.